ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഹര ഹര മഹാദേവ്. ഇത് സാവൻ മാസം അഥവാ ശ്രാവണ മാസമാണ്. അതായത് നമ്മളുടെ രാമായണ മാസത്തിന് തുല്യമായിട്ടുള്ള ഒരു മാസമാണ്. നമ്മൾ രാമായണ മാസത്തിൽ കൂടുതലായിട്ടും രാമജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷേ ശ്രാവണ മാസത്തിൽ കൂടുതലായിട്ടും ഈ മാസത്തിൽ ശിവനാമജപത്തിന് അഥവാ ശിവപൂജയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. അന്തരീക്ഷം മുഴുവന് ശിവനാമജപത്താൽ അങ്ങനെ നിറഞ്ഞിരിക്കും. അങ്ങനെയുള്ളൊരു മാസമാണ് ഈ ശ്രാവണ മാസം. ഞാൻ നിത്യവും പൂജ ചെയ്യാൻ വരുന്ന ക്ഷേത്രത്തിന് അടുത്തുള്ള വയലാണിത്. ഇത് ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം വയലുകളുണ്ട്. അതായത് ഇപ്പോഴത്തെ സമയം എന്ന് വെച്ചാൽ സോയാബീൻ്റെ ഈ വയലുകളിൽ കാണുന്നതെല്ലാം സോയാബീൻ്റെ ചെടികളാണ്. ഇത് കണ്ടില്ല, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പം ഈ ഒരു മാസം കഴിയുന്നതോടെ ഇത് നന്നായി പൂത്ത് നിറച്ചു അതിൻ്റെ അകത്ത് സോയാബീൻ്റെ കായകളായി വരും. പിന്നെ അത് ഉണങ്ങി ഏകദേശം സെപ്റ്റംബർ അവസാനത്തോടു കൂടി കണ്ടം എല്ലാം വൃത്തിയാവും. കാരണം സോയാബീൻ അവർ കട്ടും ചെയ്ത് കഴിയും. അങ്ങനെയാണ്. പെട്ടെന്ന് 3 മാസത്തെ പരിപാടിയുള്ളൂ സോയാബീന്. അത് കഴിഞ്ഞാൽ പിന്നെ ഗോതമ്പ് കൃഷിക്കുള്ള തയ്യാറെടുപ്പായി. അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥയിൽ ഓരോരോ കൃഷികൾ മാറി മാറി ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം നല്ല കാറ്റുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ കണ്ടത്തിലേക്ക് അങ്ങോട്ട് പോകേണ്ട വഴികളാണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നിറച്ചും ചെളിയായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന് കല്ലിട്ടിങ്ങനെ നികത്തി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രാക്ടറിനൊക്കെ പോകാൻ നല്ലൊരു സൗകര്യം. ഇതാണ് എൻ്റെ വിശ്വരൂപം എന്ന് പറയുന്നത്. കാരണം ഞാനുണ്ടല്ലോ കറുക് പറിക്കാൻ വേണ്ടി പോകുന്ന കത്രിക കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പോയി കട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമല്ല. അത് കൊണ്ടുപോയിട്ട് പിന്നെ പറിച്ച് വൃത്തിയാക്കി എന്നതിന് ശേഷം 21 കറുകുകൾ എണ്ണി നമ്മൾ ചെറിയ കെട്ടാക്കി എടുക്കണം. അതിന് ശേഷമാണ് അത് ഭഗവാന് സമർപ്പിക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. ഇന്ന് കറുക പറിക്കാൻ വന്നതുകൊണ്ട് ഞാൻ മൊബൈലും കൊണ്ടാണ് വന്നത്. കാരണം ഇങ്ങോട്ട് എപ്പോഴൊന്നും വരാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല ഇങ്ങോട്ട് വരാനായിട്ട്. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും വരാറുള്ളൂ. കഴിഞ്ഞ വർഷത്തിൽ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് പിന്നെ ഈ സമയത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൊബൈലും കൊണ്ട് വന്നത്. മഴയുമില്ല, മഴ പെയ്തിട്ട് 10-15 ദിവസമായി. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നന്നായി ഉണങ്ങി കിടക്കുകയാണ്. ഈ വരുന്ന അങ്കിളിൻ്റെയാണ് ഈ പാടം മുഴുവനും. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരികയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബൗണ്ടറി കാണുന്നില്ല. അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് വില്ലകളാണ്. അപ്പോൾ അവിടെ ഒരു വലിയ വില്ലകളാണ്. ഇവിടെയുള്ള വില്ലകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. സിറ്റിയുടെ അടുത്ത് തന്നെയാണ് ഈ വലിയ പാടം കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കതിന് വലിയ ദൂരം വരേണ്ടതൊന്നും ആവശ്യമില്ല. ഇപ്പം ക്ഷേത്രത്തിൽ ദിവസവും പൂജ നടക്കുന്നതാണ്. അതായത് അഭിഷേക പൂജ നടക്കുന്നതാണ് സാവൻ മാസം ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ നേരത്തെ കണ്ടായിരുന്നല്ലോ ക്ഷേത്രത്തിനടുത്ത് കുറച്ച് ആളുകൾ നിൽക്കുന്നത്. അവിടുത്തെ പൂജകൾക്ക് ശേഷം അവിടെയുള്ള പണ്ഡിറ്റ്ജികൾ, അതായത് തിരുമേനിമാർ പൂജയ്ക്ക് ശേഷം അവിടെ നിന്ന് വർത്താനം ഇത് അമ്പലത്തിലേയും കൂടെ കുറച്ച് കാര്യങ്ങളെടുത്തപ്പോൾ ഞാൻ അവിടുത്തെ ഭഗവാനെ അഭിഷേകം ചെയ്യുകയാണ്. അപ്പം അഭിഷേകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇന്ന് തിങ്കളാഴ്ച ദിവസമായിരുന്നു ഇത്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് അവിടെ ഭജനം കീർത്തനം പാടാനായിട്ട് ഒരുപാട് അമ്മമാർ വരും. അത് അവരുടെയെന്ന് വെച്ചാൽ ഈ ഒരു സാവൻ മാസം എല്ലാ ദിവസവും അവർ മുടങ്ങാതെ വന്നിട്ട് 4 മണി മുതൽ 6 മണി വരെ ഭജനവും കീർത്തനം പാടിയതിന് ശേഷമാണ് ഇവിടെയുള്ള അമ്മമാർ പോവുക. അപ്പോൾ ഇന്നത്തെ ദിവസം അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പ്രായമായ ഒരു അമ്മച്ചി കണ്ടില്ലേ, പുള്ളിക്കാർ ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി ഡാൻസ് ചെയ്യുന്നു. അപ്പം എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു പൂജയുടെ ഇടയ്ക്ക് ഇത് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഓർത്ത് പിന്നീട് ഇവരുടെ കിട്ടിയല്ല, ഞാൻ മൊബൈലും കൊണ്ടുവരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇവരുടെ ഫോട്ടോ എടുത്തതാണ്. ഇത് കണ്ട് അവിടെ ഇരുന്നൊരമ്മ, പുള്ളിക്കാരി ദീപം തെളിയിച്ച് വെച്ചതിന് ശേഷം പുള്ളിക്കാരി അവർ പുറത്ത് പോയിരുന്നിട്ട് ഭജനവും കീർത്തനവും പാടും. നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഹിന്ദിയിലുള്ള ഭജനമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെ എടുക്കണ്ടോ എന്ന് വിചാരിച്ചിരുന്നാലും നമ്മൾ ആ കീർത്തനം എന്ന് അറിയുന്നതുണ്ട്. ഇപ്പം വേറെ ഒരാൾ വന്നത് ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് അവരിങ്ങനെ ആനന്ദ നൃത്തം ചെയ്യുന്നത്. ഇവിടെയുള്ളവരുടെ നൃത്തം ഇങ്ങനെയാണ് കേട്ടോ. അവരൊരു സന്തോഷം കൊണ്ട് ചെയ്യുന്നതാണ് ഇത്. ശ്രാവണ മാസത്തിലെ ഓരോ തിങ്കളാഴ്ചയിലും ഭഗവാന് പ്രത്യേകം പൂജയും ആരതിയും ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ കൊച്ചു വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. നമാമി പാർവതി പതേ ഹര ഹര മഹാദേവ്.